ദിവസത്തെ അധ്വാന ഫലമായിട്ട് അത് പുറത്തിറക്കുന്നു, അതുവഴി വരുന്നു. പക്ഷെ അത് പിന്നീട് മമ്മൂക്കയിലേക്ക് പോയില്ല. ആ ക്യാമറ എന്റേതായി മാറുകയായിരുന്നു. ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് ഒരു മാസത്തിനകം ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്തത്. കാരണം അക്കാലത്ത് യുമാറ്റിക്കും ഡിവിക്കും ഒക്കെ ഉള്ള കാലത്ത് 6-7 ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലെ ഒരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ്, സ്വപ്നം കാണാൻ പറ്റില്ല. പക്ഷെ ഡിവിക്കാൻ വളരെ കോമ്പാക്ട് ആയ ക്യാമറ ആയിരുന്നുകൊണ്ടും എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നടന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ എത്താൻ കാരണം 2 പേരോടുള്ള നന്ദി സൂചകമായിട്ടാണ്. ഒന്ന്, ഈ രംഗത്തേക്ക് പിച്ച വെച്ച് നടത്തിയ ഒരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച, എന്നെ നയിച്ച ഷൗക്കത്തിനോട്, ഒപ്പം അദൃശ്യമായി അതിന് പ്രേരണയായ, അതിന് കളമൊരുക്കിയ മമ്മൂക്കയോടുള്ള നന്ദി. ആ സഞ്ചാരമാണ് പിന്നീട് സഫാരി എന്ന ചാനലായി മാറിയത്. എൻ്റെ ഈ ദൗത്യക്ക് എല്ലാ കാരണമായത്.